students. How is the exams? I think you all performs very well. Okay, and let's continue our classes. Okay, all of you take your textbook, page number 128. I will take the continuation of the adjoint of a matrix, and one theorem is there. Theorem 2. All of you note down. Okay. If A and B are non-singular matrices of the same order, if A and B are non-singular matrices of same order inde രണ്ട് non-singular matrices ആണ് എയും ബിയും എങ്കിൽ non-singular matrix എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായോ? എയും ബിയും എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് സെയിം ഓർഡർ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഓർഡർ ഞാൻ 2 എന്ന് കൊടുത്തോട്ടെ, 2 ഓർഡർ 2 വരുന്ന രണ്ട് സെയിം സ്ക്വയർ മെട്രിക്സ് അത് നോൺ സിംഗുലർ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും എന്തായിരിക്കും? നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. മനസ്സിലായോ? തിയറം 2 എന്താണ് പറയുന്നത്? ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡറിൻ്റെ നോൺ സിംഗുലർ മെട്രിക്സസ് ആണ് എയും ബിയും എങ്കിൽ then AB and BA are also non-singular matrices of same order. Same order തന്നെ non-singular matrices ആയിരിക്കും എന്തും എ ബിയും ബി എയും. അതായത് എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാലും ബി ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഓർഡറിലുള്ള നോൺ സിംഗുലർ മെട്രിസസ് ആയിട്ട് കിട്ടും. നോൺ സിംഗുലർ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആവാൻ പാടില്ല. അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? നോൺ സിംഗുലർ മെട്രിസസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഡെഫിനിഷൻ 5 അത് നേരത്തെ പഠിച്ചത്. ഡെഫിനിഷൻ 4 ഡെഫിനിഷൻ 5 നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സിംഗുലർ മെട്രിസസും നോൺ സിംഗുലർ മെട്രിസസും. സിംഗുലർ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് ഈക്വൽ ആകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ മെട്രിസസ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ സിംഗുലർ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അപ്പോൾ തിയറം 2 പറഞ്ഞ എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ ടു നോൺ സിംഗുലർ മെട്രിസസ് വിത്ത് സെയിം ഓർഡർ ദെൻ എ ബി ആൻഡ് ബി എ ആർ ഓൾസോ നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് തിയറം 2 എന്ന് പറയുന്നത്. ഇനി തിയറം 3 എന്താ പറയുന്നത് നോക്കിയേ. The determinant of the product of matrices is equal to product of their respective determinants. അതായത് ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടു. ഓക്കെ, ക്ലിയർ ആയോ? എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിസസ് ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 3 4 and B equal to A B C D. ഓക്കെ, എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിസസ്. ഓക്കെ, അതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ കണ്ടു. ദാറ്റ് ഈസ് എ ബി. എ ഇൻറ്റു ബി ഞാൻ കണ്ടു. ഓക്കെ, അപ്പം എ ഇൻറ്റു ബി ഞാൻ കണ്ടിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നത്. ക്ലിയർ ആയോ? എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എ ബി കണ്ടുപിടിച്ചു. അതായത് ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിറ്റർമിനൻ്റ് എ ബി കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആയോ? ഇതെന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? സെപ്പറേറ്റ് ഡിറ്റർമിനൻ്റ് എ ആൻഡ് സെപ്പറേറ്റ് ഡിറ്റർമിനൻ്റ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എ ഇൻറ്റു ബി ചെയ്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? സെപ്പറേറ്റ് ഞാൻ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുന്നു, സെപ്പറേറ്റ് ഡിറ്റർമിനൻ്റ് ബി കണ്ടുപിടിക്കുന്നു, ദെൻ അതിൻ്റെ പ്രോഡക്റ്റ് കാണുന്നതിനോട് തുല്യമാണ്. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് തിയറം എന്ന് പറയുന്നത്. തേർഡ് തിയറം പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. ക്ലിയർ ആയോ? ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൺ റിമാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി നോ ദാറ്റ് നമുക്കറിയാവുന്ന കാര്യമാണ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ.
ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് പ്രൂഫ് പോലെ ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി തിയറം 1 പഠിച്ചായിരുന്നു. എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ അല്ലേ എന്ന് പഠിച്ചു. അപ്പം അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐക്ക് തുല്യമാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിമാർക്സ് ഒന്ന് നോക്കിയാലോ. Adjoint A into A is equal to determinant A into I is equal to determinant A into I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? മെട്രിക്സ് determinant A 0 0 0 determinant A 0 0 0 determinant A അല്ലേ, കോമ determinant A not equal to 0. രണ്ട് സൈഡിലും നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡിറ്റർമിനന്റ് കൊടുക്കുന്നു. ഡിറ്റർമിനന്റ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഡിറ്റർമിനന്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാമല്ലോ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, ഇതിൽ നിന്ന് ഈ മെട്രിക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് എയെ ഞാൻ എന്ത് ചെയ്യുന്നു? വെളിയിലോട്ട് എടുക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ആവും. നമുക്കിത് പ്രൂവ് ചെയ്യിപ്പിക്കാനാണ് കേട്ടോ. അഡ്ജോയിൻറ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐഡന്റിറ്റി എന്നാണ്. അതിനെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഡിറ്റർമിനന്റ് എ 0 0 0 ഡിറ്റർമിനന്റ് എ 0 0 0 ഡിറ്റർമിനന്റ് എ. അപ്പോൾ ഡിറ്റർമിനന്റ് എ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 0 0 0 1 0 0 0 1 ആവും. ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആയോ? ആൻഡ് ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് കൊടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് determinant A 0 0 0 determinant A 0 0 0 determinant A. Then ഞാൻ എന്ത് ചെയ്തു? രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് കൊടുത്തു. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് ഞാൻ ഡിറ്റർമിനന്റ് എ എന്ത് ചെയ്യുന്നു? വെളിയിലെടുക്കും. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് വെളിയിലെടുക്കുമ്പോൾ ഒരെണ്ണമായി, സെക്കൻഡ് തേർഡ്. അപ്പോൾ എന്ത് വരും? ഡിറ്റർമിനന്റ് എ ക്യൂബ് എന്ന് വരും. ക്ലിയർ ആയോ? മൂന്നെടുത്തുകൊണ്ട് ഞാൻ ഡിറ്റർമിനന്റ് എ എടുക്കുന്നു. റിമൈനിങ് എന്ത് വരും? 1 0 0 0 1 0 0 0 1. ഓക്കെ, ദെൻ ഇനി അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്, ഈ ഡിറ്റർമിനന്റ് എ നമ്മൾ ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെ വരും? determinant A the all cube divided by determinant A into 1 0 0 0 1 0 0 0 1. Okay, then determinant A ഒരു determinant A കൂടെ പോകുമ്പോൾ ഇവിടെ എന്ത് വരും? determinant A യുടെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? adjoint of A, determinant of adjoint of A is equal to determinant of the all square. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ജനറൽ, ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ n ഉള്ള ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ് എ എങ്കിൽ, then determinant of adjoint of A is equal to determinant A power n minus 1. A power n minus 1. നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതാം? determinant of adjoint of A is equal to, എങ്ങനെ എഴുതാം? determinant of A power n minus 1. where എങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് where A is a non singular matrix, A എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓർഡർ എന്തായിരിക്കണം? n ആയിരിക്കണം. ഓർഡർ n ഉള്ള ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ പവർ n മൈനസ് 1. ഇപ്പോൾ ഓർഡർ 2 ആണെങ്കിൽ 2 മൈനസ് 1, അപ്പോൾ എന്ത് വരും? 1 തന്നെ വരും. ഓർഡർ 3 ആണെങ്കിൽ എങ്ങനെ വരും? ഡിറ്റർമിനന്റ് ഓഫ് എ 3 മൈനസ് 1, അപ്പോൾ എവിടെ വരും? ഡിറ്റർമിനന്റ് എ പവർ 2. അതാണ് ഇവിടെ കാണിച്ചത്. ക്ലിയർ ആയ? ഇതാണ്
1 റിമാർക്സ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു റിമാർക്ക് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ പവർ n മൈനസ് 1. ക്ലിയർ ആയല്ലോ? തിയറം 3 ബേസ് ചെയ്തുള്ള റിമാർക്സ് ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി ഗോ ടു ദ നെക്സ്റ്റ് തിയറം. അടുത്ത തിയറം നോക്കിക്കേ, തിയറം 4. തിയറം 4 എന്താ പറയുന്നത്? എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഒടി ഇഫ് എ ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, റോയും കോളവും സെയിം ആയിരിക്കണം അല്ലെ? 2 റോസ് ഉണ്ടെങ്കിൽ 2 കോളംസ് ഉണ്ടായിരിക്കണം, 3 റോസ് ആണെങ്കിൽ 3 കോളംസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സ്ക്വയർ മെട്രിക്സ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടബിൾ. ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഒളി ഇഫ്, ഏത് കണ്ടീഷനിൽ മാത്രമേ അത് ഇൻവേർട്ടബിൾ ആവുള്ളൂ? ഇഫ് എ ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ ഒരു സ്ക്വയർ മെട്രിക്സ് ആയ എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആവുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? തിയറം 4 പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രൂഫ് നിങ്ങളൊന്ന് നോക്കിക്കേ. Let A be invertible matrix of order n ഉള്ള ഒരു ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ് A എന്നിരിക്കട്ടെ, ആൻഡ് I be the identity matrix of order n, സെയിം ഓർഡർ ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് I എന്നിരിക്കട്ടെ. then there exists a square matrix. അങ്ങനെയാണെങ്കിൽ അത് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു? ഒരു സ്ക്വയർ മെട്രിക്സ് B എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു ഓഫ് ഓർഡർ n, സെയിം ഓർഡറിലുള്ള B എന്ന് പറയുന്ന വേറൊരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു. such that, അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? A into B equal to B into A equal to I. ഇതായിരിക്കും കണ്ടീഷൻ. എന്താണ്? ഇഫ് A എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്, ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് സെയിം ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ then there exists another square matrix that is B with order 2. ഓർഡർ 2 ഉള്ള വേറൊരു സ്ക്വയർ മെട്രിക്സ് B യെ നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ എങ്ങനെ വരും? A into B is equal to B into A equal to identity എന്ന് വരും. ഓക്കെ, now നമുക്കറിയാം AB equal to I. so AB equal to BA equal to I ആണ്. അപ്പോൾ AB എന്ന് പറയുന്നത് I ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് AB എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് I. ഡിറ്റർമിനന്റ് ഓഫ് I എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ 1 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഡിറ്റർമിനന്റ് ഓഫ് ABയെ നമ്മൾ പഠിച്ചായിരുന്നു. പ്രോഡക്റ്റ് രണ്ടെണ്ണം പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നത് എന്തിനോട് തുല്യമാണ്? ഇൻഡിവിജ്വലി ഡിറ്റർമിനന്റ് കണ്ടിട്ട് അതിന്റെ പ്രോഡക്റ്റ് കാണുന്നതിനോട് തുല്യമാണ് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിറ്റർമിനന്റ് A ഇൻറ്റു ഡിറ്റർമിനന്റ് B ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് I എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, മനസ്സിലായോ? അത് എന്തുകൊണ്ടാണ് വന്നതറിയാലോ? സിൻസ് ഡിറ്റർമിനന്റ് ഓഫ് I എന്ന് പറയുന്നത് 1 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് AB നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B എന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഇനി നമ്മളുടെ ഫസ്റ്റ് തിയറം വെച്ചിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0 അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് A എന്ന് പറയുന്നത് 0 അല്ല. ഹെൻസ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഹെൻസ് A ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. A എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ അത് ഇൻവേർട്ടബിൾ ആണ് ഓഫ് ഓർഡർ n ആണെങ്കിൽ, I എന്ന് പറയുന്ന സെയിം ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സും ആണെങ്കിൽ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? അനദർ സ്ക്വയർ മെട്രിക്സ് B എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് സെയിം ഓർഡർ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം? AB എന്ന് പറയുന്നത് Iക്ക് തുല്യമാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് AB എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? ഡിറ്റർമിനന്റ് ഓഫ് Iക്ക് തുല്യമാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് AB നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് B ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് I എന്ന് പറയുന്നത് എന്താണ്? 1. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അതുകൊണ്ട് A എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ കോൺവേഴ്സ് നോക്കിയാലോ? ഈ ചെയ്തതിന്റെ നേരെ തിരിച്ചിട്ട് കോൺവേഴ്സ് പ്രൂഫ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ.
നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നേരത്തെ പ്രൂഫ് നമ്മൾ പഠിച്ചു ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ അതിന്റെ കോൺവേഴ്സ് ചെയ്യുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു? നമ്മളുടെ ഫസ്റ്റ് തിയറം നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം കിടക്കുന്ന ഫസ്റ്റ് തിയറമാണ് കേട്ടോ. ഫസ്റ്റ് തിയറം എന്താണ്? എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ അല്ലേ? നമ്മുടെ ഫസ്റ്റ് തിയറം എന്താണ്? എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ എന്ത് ചെയ്തു? അതായത് ഈക്വൽ ടു ഐഡന്റിറ്റി മാത്രമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ നമ്മുടെ രണ്ട് ടേംസിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റർമിനന്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ വരും? എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇവിടെ വരുമ്പം 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഇവിടെയും ഡിറ്റർമിനന്റ് ഓഫ് എ വരുമ്പോൾ എങ്ങനെ വരും? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഐ. ക്ലിയർ ആയോ? എ ഐ ഡിറ്റർമിനന്റ് ഓഫ് എ ഐയിൽ നിന്നും ഡിറ്റർമിനന്റ് ഓഫ് എയിനെ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു എ ബി ഈക്വൽ ടു ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണെന്നല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ ബി ഇട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു ഐ, വേർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ, അതായത് ഈ ടേം ആയിരിക്കണം ബി അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചില്ല എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കണം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ, വേർ ബി എന്തായിരിക്കണം? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആയിരിക്കണം. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഈസ് ഇൻവേർട്ടബിൾ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആണ്. ആൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ആണ്. ആൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. ഇതെന്താണ്? അതിന്റെ പ്രൂഫ് ആണ് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ തിയറം 2, തിയറം 3, തിയറം 4 ഇത് മൂന്നും മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? എന്താ? ഇഫ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കൊടുത്തു, ദെൻ വെരിഫൈ ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ, ദെൻ ഓൾസോ ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം അല്ലെ? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യം കോഫാക്ടർ കാണണം, ദെൻ അതിന്റെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജോയിന്റ് എ കിട്ടും. ദെൻ എന്ത് ചെയ്യുക? എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ അല്ലെ? ആ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദെൻ അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് കിട്ടും എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ് കിട്ടും. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ഓൾസോ ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നാ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ഇതിലേക്ക് നമ്മൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എ ഇൻവേഴ്സും കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനി സെക്കൻഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? 25th എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇഫ് എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആൻഡ് ബി എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ്, ദെൻ വെരിഫൈ ദാറ്റ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ എ ബി ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് കാണണം? എ ഇൻറ്റു ബി കാണണം. ഫസ്റ്റ് എ മെട്രിക്സ് എഴുതുക, ദെൻ ബി മെട്രിക്സ് എഴുതുക, ദെൻ എ ബി കാണുക. ക്ലിയർ ആയോ? ദെൻ എ ബി കാണുക. എ ബി കണ്ടതിന് ശേഷം വേണം എ ബി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് കാണിച്ചു തരാം. ആദ്യം എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നു, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നു അല്ലെ? എന്നിട്ട് നമ്മളോട് പറഞ്ഞു എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നേ? എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതില്ലയോ 25th? ഓക്കെ എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? എ ഇൻറ്റു ബി കാണണം. എ മെട്രിക്സും ബി മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം.
Then AB inverse. A inverse കാണുന്നത് എങ്ങനെയാ? 1 by determinant of A into adjoint of A അല്ലേ? അതുപോലെ തന്നെ AB inverse എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 by AB determinant of AB into adjoint of AB. ക്ലിയർ ആയോ? അങ്ങനെ AB inverse കാണുക. Then separate ആയിട്ട് B inverse കാണുക. That is 1 by determinant of B into adjoint of B. Then separate A inverse കാണുക. 1 by determinant of A into adjoint of A. Okay. എന്നിട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പം നമ്മൾ നോക്കണം എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി 26th എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഷോ ദാറ്റ് ദ മെട്രിക്സ് എ, മെട്രിക്സ് ഏതാണോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇക്വേഷൻ, അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണോ 2 3 1 2, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് I ഈക്വൽ ടു 0 എന്നാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം എന്ത് കാണണം? എ സ്ക്വയർ കാണണം. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് 2 3 1 2, ദെൻ വീണ്ടും 2 3 1 2, അപ്പൊ എന്ത് കിട്ടും? എ സ്ക്വയർ കിട്ടും. ദെൻ എന്ത് ചെയ്യാം? 4a കാണുക, അതായത് 4 ഇൻറ്റു മെട്രിക്സ് എ, ദാറ്റ് ഈസ് 2 3 1 2. ക്ലിയർ ആയോ? Then identity matrix നമുക്കറിയാം, ഇത് 2 by 2 matrix ആഡ് 1 0 0 1. എന്നിട്ട് നേരെ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇവിടെയും എ ഇൻവേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അത് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ദെൻ ഓക്കെ, അടുത്ത എന്താ കൊടുത്തിരിക്കുന്നത്? 4.5 എക്സസൈസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓരോന്നും ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഫസ്റ്റ് നോക്കിക്കേ. ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് ഈച്ച് ഓഫ് മെട്രിക്സ് എക്സസ് 1 2. 1 ഉം 2 ക്വസ്റ്റ്യൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ? അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 2 by 2 മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം 1 2 3 4 എന്ന് പറയുന്നത് 2 by 2 മെട്രിക്സ് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ഇന്റർചേഞ്ച് ചെയ്യുക, സെക്കൻഡ് ടേമും തേർഡ് ടേമിന്റെയും സൈൻ മാറ്റുക. സിമ്പിൾ ആയിട്ട് 2 by 2 മെട്രിക്സ്. 3 by 3 മെട്രിക്സ് ആകുമ്പോൾ ആദ്യം കോഫാക്ടർ കാണുക, ദെൻ അതിന്റെ ട്രാൻസ്പോസ് കാണുക, അഡ്ജോയിന്റ് ആയി. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വെരിഫൈ എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. അത് ചെയ്യുമ്പം ആദ്യം എന്ത് ചെയ്യുക? ഒരു മെട്രിക്സ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക, ദെൻ അഡ്ജോയിന്റ് എ കാണുക. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് രണ്ടിടത്തും ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ സെക്ഷൻ ഏതാ? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഗിവൺ എക്സ്, അതായത് ഇൻവേഴ്സ് കാണുക. അപ്പൊ ഇൻവേഴ്സ് കാണാൻ അറിയാലോ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊടുക്കുക. എ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്? 1 by ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അത് കണ്ടുപിടിക്കും. ദെൻ 14th ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സാമ്പിൾ ചെയ്ത് തന്നെ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അത് എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആകും. Then 13th question എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. അത് ഈ ചെയ്തതുപോലെ തന്നെ ആദ്യം എ സ്ക്വയർ കാണുക, ദെൻ 5a ആണ്, അപ്പോൾ 5 ഇൻറ്റു മെട്രിക്സ് എ കാണുക, പ്ലസ് 7i. 7 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഫൈൻഡ് എ ഇൻവേഴ്സ്, എന്നിട്ട് എ ഇൻവേഴ്സ് കാണുക. 14th ക്വസ്റ്റ്യനും ആ മോഡൽ തന്നെയാണ്, 15th അതുപോലെ തന്നെയാണ്, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെയാണ്. ഇൻവേർട്ടബിൾ മെട്രിക്സ് ഓർഡർ ടു എ ഇൻവേഴ്സ്, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അത്രയൊക്കെയുള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 18th എക്സസൈസ് 18th ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൾ മീ, ഐ വിൽ ക്ലിയർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റിന്റെ പോർഷൻ കഴിഞ്ഞു. നമുക്കിനിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഡിലീറ്റഡ് പോർഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിസസ് എന്ന് പറയുന്നത് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പോൾ അത് ആവശ്യമില്ല. സോ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് ചിഞ്ചുമിസ് ആണ്.